ഹായ്. സ്റ്റിൽ എമ്പുരാൻ്റെ ഒരു അലയൊലികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഓൾ ഓവർ അതിൻ്റെ ഒരു പ്രതിധ്വനികൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിവേ, അത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കേണ്ട ആൾക്കാർ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീണ്ടും ആ ഒരു വിഷയം തന്നെയായിട്ട് റിപ്പീറ്റഡായി ആ വിഷയം എനിക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. കാരണം ഞാനത് ചെയ്യണോ വേണ്ടെന്ന് കുറച്ച് നാളുകളായിട്ട് ഞാൻ ചിന്തിച്ചതുമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു 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 കൺക്ലൂഷനിലേക്ക് എത്താൻ ഞാൻ കുറച്ച് സമയമെടുത്തു, അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ശരി, ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. സാധാരണ പോലെ അതൊരു ഒരു ഷോർട്ട് വീഡിയോ അല്ല. ഇതിപ്പോൾ വളരെ പ്രസക്തമാണെന്നും തോന്നുന്നു. ഈ ഒരു വീഡിയോ വളരെ പ്രസക്തമായിരിക്കും. നിങ്ങളൊരു പക്ഷേ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മുഴുവൻ കേൾക്കണം. മുഴുവൻ കേൾക്കാതെ നിങ്ങൾക്ക് ഇതിനെ ഞാൻ പറയുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇതിൻ്റെ ഒരു പൊളിറ്റിക്സിലേക്കാണ് ഞാൻ പോകുന്നത്. എമ്പുരാൻ്റെ മാത്രമായ ഒരു പൊളിറ്റിക്സിലേക്ക് എനിക്കിത് പോകാൻ പറ്റില്ല. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരു സുഹൃത്ത് പറഞ്ഞു, ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ലൂസിഫറിൻ്റെ പൊളിറ്റിക്സ് എന്താണോ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ലൂസിഫറിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിൽ ആ ലൂസിഫർ എന്നുള്ള സിനിമയിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഫണ്ടിങ് ആണ്. നർക്കോട്ടിക്സ്, എ ഡേർട്ടി ബിസിനസ് അല്ലേ? അപ്പം നർക്കോട്ടിക്സ്, ആ ഡ്രഗ് ഡീലേഴ്സൊക്കെയാണ് പുതിയ കാലത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഫണ്ടേഴ്സ് അല്ലെങ്കിൽ ഫണ്ട് സോഴ്സസ്. അപ്പോൾ ഇത് നമുക്കൊരു 5 വർഷം മുമ്പേ ഇറങ്ങിയ ഒരു മൂവിയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഒരുപാട് ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ നമ്മൾ കേൾക്കാനുണ്ട്. ഈ റീസെൻ്റ്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു അമ്മ മകനെ പിടിച്ചു കൊടുത്തത്. അപ്പോൾ ആ ഒരു ഇതിലൊക്കെ പറയുന്നുണ്ട്, അവർ ഒന്നും അറിയാത്തൊരു പാവം നിഷ്കളങ്കയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ കൂളായിട്ട് സംസാരിച്ച് പാർട്ടി ഓഫീസിലൊക്കെ പോയിരിക്കാറുണ്ട് പോകാൻ. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി. പിന്നെ ചില ന്യൂസുകൾ കഞ്ചാവായിട്ട് പിടിക്കപ്പെട്ടു എന്നൊക്കെ കേട്ടു. അതൊക്കെ ശരിയാണോ സത്യമാണോ, അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതെല്ലാം ഒരു റിലേറ്റഡ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്, അത് ഒരു സ്വാഭാവികമായിട്ട് സിന്തറ്റിക് ഡ്രഗുമൊക്കെ കൂടുതലായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ചെയ്യും ഇതിന് ശേഷം. പിന്നെ വേറൊരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരുന്ന് കമ്പനികൾ എവിടെയെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് സെർച്ച് ചെയ്യുക. ഏറ്റവും കൂടുതൽ മരുന്ന് കമ്പനികൾ ഏത് സ്റ്റേറ്റിലാണെന്ന്. ഓക്കെ, ഒന്നാമത്തെ കാര്യം. അതിനോട് ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ തന്നെ വേറൊരു കാര്യം കൂടിയാണത്. കഴിഞ്ഞ 10 വർഷമായിട്ട് എത്രത്തോളം അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കിട്ടും. പിന്നെ ഇനിയാണ് എമ്പുരാൻ എന്ന സിനിമയിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായണോ ഫണ്ടേഴ്സ് എവിടെയാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്തൊക്കെയാണ്, സോഷ്യലി എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് പിന്നെയും വരികയാണ്. ഈ സിനിമ എമ്പുരാൻ വയ്ക്കുന്ന 4 ഫോർമുലകളാണ് പൊളിറ്റിക്കലി. ഒന്ന്, സംഘപരിവാറിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു അൺകട്ട് വേർഷനിലാണ്. കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്നും ഉണ്ടായിന്ന് വരില്ല. ഞാൻ അൺകട്ട് വേർഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സംഘപരിവാറിനെ ബേസ് ചെയ്തിട്ടാണ് ആ മൂവിയുടെ ഒരു ത്രെഡ് കിടന്നത്, ഗുജറാത്ത് കലാപം അതൊക്കെ വെച്ചിട്ട്. സോ അത് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാൾക്ക് തോന്നുക. ഇതിൽ വേറെ രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് പാർട്ടിയിലുള്ള വർഗീയത, അല്ലെങ്കിൽ അതിനെ വർഗീയവൽക്കരിക്കപ്പെടുന്നതിനെ കുറിച്ചിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി തേർഡ് തിങ്, CPIM ഇപ്പോൾ ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്നത്. കേരള രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാണ് എന്നുള്ളത് വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തേർഡ് തിങ്, ഇതിനകത്ത് ക്രിസ്ത്യൻ സമുദായത്തിന്
ഒളിഞ്ഞും തെളിഞ്ഞും ചെറിയ ചെറിയ രീതിയിലൊന്നും തട്ടിയിട്ടുണ്ട്. അത് അത് അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ സംഭവിച്ചു പോയി. പിന്നെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സിനിമ ചെയ്തപ്പം അവരാദ്യം ഇതിൻ്റെ സെൻസർ ബോർഡിനെ ആയിരിക്കുമല്ലോ സമീപിച്ചത്. ഈ സെൻസർ ബോർഡിലെ ആൾക്കാർക്ക് അറിയാം, ഈ സിനിമ കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു ഇത് വളരെയധികം ഒരു സെൻസിറ്റീവായ ഒരു കാര്യമാണ്, വർഗീയതയൊക്കെയുണ്ട്, കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പെട്ടെന്ന് പല ആൾക്കാരെയും മുറിപ്പെടുത്തും ഇത്. വളരെ കൃത്യമായിട്ട് തന്നെ ഈ കട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർക്കിത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ട്, വൈ ദേ ആർ നോട്ട് സെൻസേർഡ് ദിസ് സീൻസ്? ദിസ് ഇസ് വെരി ബിഗ് ക്വസ്റ്റ്യൻ. ബിക്കോസ് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഇവരൊന്നും പൊട്ടന്മാരൊന്നുമല്ല. ചുമ്മാ അത് ഇറക്കുമ്പോൾ തന്നെ ഈ സിനിമ പല പല കൺട്രികളിൽ മൾട്ടി ലാംഗ്വേജിൽ ട്രാൻസ്ലേഷനൊക്കെ ആയിട്ട് വരുന്നൊരു മൂവിയാണ്. അതായത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇതൊരു സെൻസേഷൻ ആക്കണം എന്ന് ചില ഏരിയകളിൽ, അല്ലെങ്കിൽ ദേ ഹാവ് എ ഹിഡൻ അജണ്ട ബിഹൈൻഡ് ഓഫ് ദിസ് മൂവി ദാറ്റ് ഐ എം പ്രിറ്റി ഷുവർ അബൌട്ട് ഇറ്റ്. അത് വളരെ ഇത് മൊത്തം മൂവി ഇറങ്ങിയതിന് ശേഷം വളരെയധികം ഒരു സെൻസേഷണലായിട്ടുമുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സെൻസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നു. അതിനുശേഷം ഫസ്റ്റ് തന്നെ സംഘപരിവാർ ഹാൻഡിലുകൾ പറഞ്ഞു ഇത് നരേന്ദ്രമോദി, അമിത്ഷാ, നമ്മുടെ പ്രധാനമന്ത്രി ഇവരൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ അപകീർത്തിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ തന്നെ കരിവാരി തേക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തു. അങ്ങനെ ഒരു സെൻസേഷനായി, അല്ലെങ്കിൽ ഒരു തരം കുറേ കോൺട്രവേഴ്സീസായി. അതിനുശേഷം ഈ സിനിമയിൽ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം സമുദായത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ കുറേ സീനുകൾ അതിനകത്തുണ്ടായിരുന്നു. ഗുജറാത്ത് കലാപത്തോട് ബന്ധപ്പെടുത്തിയിട്ട് കുറേ സീനുകൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സീനുകൾ കാണുന്ന ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്, സഹോദരൻ, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഇനി വരുന്ന ഒരു തലമുറയ്ക്ക്, അതായത് ഒരു ഹിസ്റ്ററി മൂവി, പിന്നെ ഒരു ചരിത്ര സിനിമ മാതിരിയൊക്കെ ചിലപ്പോൾ ഈ ഫ്യൂച്ചറിൽ ഇത് അവതരിപ്പിച്ചു എന്ന് വരും. അപ്പോൾ ആ സമയത്ത് ഇത് കാണുന്ന ഒരു മുസ്ലിം സുഹൃത്തിന് ഒരു പക്ഷേ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അപ്പോൾ ആ ഒരു സങ്കടത്തിൽ നിന്ന് ഒരു പക്ഷേ അദ്ദേഹം നോക്കുമ്പോൾ ഈ സിനിമയിലൂടെ തന്നെയാണല്ലോ, അപ്പോൾ അതിൽ കൂടെ പോകണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ കട്ട് വേർഷൻസൊക്കെ ആയിരിക്കും പലയിടത്തിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഈ കട്ട് വേർഷൻസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് PFI മാതിരിയുള്ള വളരെ മതമൗലികവാദികളായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഘടന ഇത് സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസിലാണ് ഈ സഹോദരൻ എത്തുന്നതെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇതിൻ്റെ സീനുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിരിക്കാം. അപ്പോൾ അന്നേരം ഇത് വളരെ കൃത്യമായിട്ട് അയാൾക്ക് ഹേർട്ടാവുകയും അയാൾ ചിന്തിക്കും. പിന്നെ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പിന്നെ വർഗീയവാദം നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഹിന്ദുത്വം നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന്. CPM ആണെങ്കിൽ അപ്രസക്തമാണ്. ഈ സമയത്ത് സംഘപരിവാറിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു പാർട്ടിയായിട്ട് PFI അനുകൂല സംഘടനകളായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം നിരോധിച്ചിട്ടുണ്ടെങ്കിലും അവരുടെയൊക്കെ ആക്റ്റീവായിട്ടുള്ള മറ്റുള്ള സംഘടനകളായിരിക്കും. അപ്പോൾ അതിലോട്ടായിരിക്കും ഈ സുഹൃത്തുക്കളൊക്കെ പോയിട്ട് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ, അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ചോര തന്നെയാണ്. അപ്പോൾ അവരൊക്കെ തന്നെ പോകുന്നത് അങ്ങനെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിലേക്ക് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അവർക്ക് കിട്ടുന്നത് ഒരു റിവെഞ്ച് മൈൻഡ് സെറ്റായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യപ്പെടും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു തന്ത്രം കൂടിയുണ്ട് ഇതിനകത്ത്. ചെറിയൊരു ഐഡിയോളജി എനിക്ക് അപ്ലൈ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പം കേരളത്തിൽ BJP ആൾക്കാരുണ്ടല്ലോ, ആ BJP ആൾക്കാർ, അവരുടെ വോട്ട് വീതം ഏകദേശം 28% അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു 1% കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താവും, അവർക്ക് ഇവിടെ കുറച്ച് സീറ്റുകളൊക്കെ പിടിക്കാം, കുറച്ചൊരു കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരും, അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങൾ വരും. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒന്നുകിൽ ഈ കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുണ്ട് അല്ലേ, അത് ഇപ്പം കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭൂരിപക്ഷത്തിനോട് ഒപ്പം തന്നെ നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളുണ്ട്. അപ്പോൾ ആ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എന്തായാലും BJP പോയില്ല എന്ന് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിന് വേറൊരു സൊല്യൂഷൻ എന്താ, വേറൊരു പോംവഴി എന്താ, ഇപ്പോൾ ഉള്ള ഇടതുപക്ഷത്തിലെ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ നിൽക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടർത്തി മാറ്റുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി അവർ വീണ്ടും ശിഥിലീകരിക്കപ്പെടും.
ഓട്ടോമാറ്റിക് അവരുടെ വോട്ടിംഗ് ഷെയർ കുറയും. അതും BJPക്ക് അധികാര സ്ഥാനങ്ങളിൽ എത്താനുള്ളൊരു ഈസി ആയിട്ടുള്ള പ്രക്രിയയാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നിയതാണ്. ചിലപ്പോൾ ഇത് സത്യമായിരിക്കാം, തെറ്റായിരിക്കാം. ഞാൻ നിങ്ങളോടിത് ഷെയർ ചെയ്യുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിടുന്നു. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും സപ്പോർട്ട് ചെയ്തിട്ടില്ല പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കാനൊക്കെ ഈ കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും അവരെന്ത് ചെയ്ത് ഈ സിനിമേനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ ഇവർ ഇത് മനസ്സിലാക്കിയിട്ടില്ലേ, അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ എന്താ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല എന്നുള്ളത് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. അവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനിടയിൽ നിന്ന് രാഷ്ട്രീയപരമായിട്ട് മുതലെടുപ്പ് നടത്താൻ തന്നെ നോക്കണം. സാധാരണ ആയിട്ടുള്ള ജനങ്ങൾ, ഒന്നും ചിന്തിക്കാത്ത ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മുടെ സമയം, നമ്മുടെ ഹെൽത്തും നമ്മുടെ ബുദ്ധിശക്തിയും വേസ്റ്റാക്കുന്നു. നമ്മൾ വെറുതെ റിവെഞ്ച് ഉള്ളിൽ നിറയ്ക്കുന്നു. നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് പോലും നഷ്ടപ്പെടുന്നു. അതാണ് ഇപ്പോൾ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയ കളികൾ. അത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു കേസ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയാണ് വിഘടിപ്പിച്ച് നിർത്തേണ്ടത്, അവരെ എങ്ങനെ വിഘടിപ്പിച്ച് നിർത്തേണ്ടത്? ഓട്ടോമാറ്റിക് ഒരു ഇഷ്യൂസ്, കുറേ സ്റ്റോക്കായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. ആ ഒരു സ്റ്റോക്കിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ മുനമ്പം ഇഷ്യൂ ഒക്കെ എടുക്കാം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെയും ചർച്ചാ വിഷയങ്ങളായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാം. ഈ സിനിമ കട്ട് ചെയ്തതിന് ശേഷം ഇറങ്ങിയിട്ടുള്ള മൂവി വന്നതിന് ശേഷം പല ഹാൻഡിലുകളും, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇതൊക്കെയാണ് കട്ട് ചെയ്തിട്ടുള്ള പോയിൻ്റ് എന്ന് അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ എതിർപക്ഷം ട്രെയിൻ കത്തിയത് എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് അവരും അന്നത്തെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അവരും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നൊരു വാറാണ്. അതായത് നമ്മൾ പറയുന്ന പോലെ ഇതൊക്കെ ഇൻഡിവിജ്വലി ഓരോ ആൾക്കാർക്കും ഓരോ മൊബൈലിലേക്കും സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ആയതുകൊണ്ട് ഇതിങ്ങനെ പോപ്പായിട്ടായിട്ട് വരുന്നുണ്ടോ, നമ്മളാരും അറിയുന്നില്ല. ഇത് പോസ്റ്റ് ചെയ്ത ആൾ പോലും അറിയുന്നുണ്ടാവില്ല. ഓട്ടോമാറ്റിക് നമ്മുടെ സർക്കിളിൽ ഇപ്പോൾ ഞാനെടുത്ത് നോക്കിയാൽ എൻ്റെ സർക്കിളിലേക്ക് ഒരു പക്ഷേ ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ ന്യൂനപക്ഷം, ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ കുരിശ് താഴെ വീണതും, അതുപോലെ തന്നെ എന്നിട്ട് ലൂസിഫർ ജയിക്കുന്നൊരു ഇത് വരുന്നുണ്ടല്ലോ. കുരിശ് എന്ന് പറയുമ്പോൾ നമുക്ക് യേശുദേവൻ്റെ ഒരു സഹനപാതയുടെ ഒരു പ്രതിബിംബം കൂടിയാണ് ആ കുരിശിൻ്റെ വഴിയെ എന്നൊക്കെയുള്ള ഇതൊക്കെ കൃത്യമായിട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു പെയിൻഫുള്ളായിട്ട് ഇത്രയധികം സങ്കടം അല്ലെങ്കിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് അല്ലെങ്കിൽ അവഹേളനങ്ങൾ സഹിച്ച് ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ആൾക്കൂട്ടം തന്നെ കല്ലെറിഞ്ഞൊരു അവസ്ഥയാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് കുരിശ് താഴെ വീണു, ലൂസിഫർ മുന്നോട്ട് വരുന്നു അല്ലെങ്കിൽ പൊങ്ങി വരുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു തരത്തിൽ അവരെ ഒന്ന് ഡൗൺ ചെയ്യുന്നത് തന്നെയാണ്. അതെനിക്കല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുനമ്പം ഇഷ്യൂ അതുപോലെയുള്ള വേറെ പല ഇഷ്യൂസുകളും ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കണക്ട് ചെയ്യാനും ഒക്കെ ആകുമ്പോൾ അപ്പോൾ ഈ സിനിമയിൽ അതുകൂടി ഒരു ഹൈലൈറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇത് ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു മൂവിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനിടയ്ക്ക് ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെ ഡൗൺ ആക്കി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം, അതിലൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി ആ ഒരു പോർഷനിലേക്ക് മതവികാരങ്ങളെ ഇങ്ങനെയൊക്കെ വ്രണപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി ആൾക്കാരെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻ ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ കുറേ വിഷം കുത്തിവെച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ സിനിമ ചെയ്യണത്? എത്ര വലിയ മഹാനടനോ അല്ലെങ്കിൽ എത്ര വലിയ കഴിവുള്ള ഡയറക്ടറോ എത്ര കഴിവുള്ള ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സോ ഒക്കെ ബിസിനസ്സുകാരൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ റിവഞ്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു എല്ലാവരെയും നിന്ദിച്ചുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് എത്രയോ കഥകൾ പറയാം. ഈ ഒരു കാര്യമില്ലാതെ തന്നെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ ഇത് ദൂരവ്യാപകമായിട്ട് അല്ലെങ്കിൽ ലോങ് റണ്ണിൽ ഇതെങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെന്നുള്ളതിൻ്റെ പിന്നിൽ ഇത് വളരെ കൃത്യമായ ഗെയിം പ്ലാനോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ മാക്സിമം പൈസ ഉണ്ടാക്കണം എന്ന് പറയുന്നൊരു വിഭാഗം, അതിൽ കൂടെ ഇൻ ഫ്യൂച്ചറിലേക്ക് രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തണമെന്ന് വിചാരിക്കുന്ന വേറൊരു വിഭാഗം, ഇതെല്ലാം കൂടി ചേർന്ന ഒരു കോക്കസ് ഉണ്ട്. ആ കോക്കസിലൂടെ സാധാരണ ജനങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കുക,
സാധാരണ ജനങ്ങൾ റൈറ്റ് വേയിൽ ചിന്തിക്കുക. എനിവേ നമുക്ക് ആവശ്യം നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല ഹെൽത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സമാധാനം വേണം. സമാധാനത്തിന് ഈ പറഞ്ഞ പോലെ അറിയാലോ, നമ്മുടെ നാടും വലിയ അത്ര വലിയ, നമ്മൾ മതേതരത്തൊക്കെ പറയുന്നുണ്ടെങ്കിലും മാറാട് സംഭവിച്ചത് നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ കേരളത്തിലാണ്, എന്തൊക്കെ പറഞ്ഞാലും അല്ലേ. അപ്പോൾ നമ്മളും എന്താണ് ഈ പറയുന്ന ഇമോഷണൽസിനൊക്കെ ഏതെങ്കിലും സിറ്റുവേഷനിലൊക്കെ വശപ്പെടാം, അല്ലെങ്കിൽ അധീനപ്പെട്ടു പോവാം. അപ്പോൾ ഇതിനൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ധാരണ ഉണ്ടായിരിക്കും, നമ്മുടെ കുടുംബങ്ങളിൽ ധാരണ ഉണ്ടായിരിക്കും. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അതിന് ഒരു ബേസ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഉണ്ടാവണം. നമ്മളിതിനൊക്കെ ഭയങ്കര അവെയറായിട്ടിരിക്കണം. ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല നമ്മൾ. കാരണം ഇവർക്കൊക്കെ ഒരുപാട് കോടീശ്വരന്മാരാണ്, ഇവർ അച്ഛനപ്പൂപ്പന്മാരായിട്ട് തന്നെ ഉണ്ടാക്കി ഒരുപാട് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർ തന്നെ ഇപ്പോൾ ഓൾറെഡി അവരുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്പാദ്യം ഒക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അവർ ഡാമേജ് ചെയ്ത ഈ ഒരു വ്യവസ്ഥിതിനെ, അല്ലെങ്കിൽ അവർ ഇൻ ഫ്യൂച്ചറിലേക്ക് വെച്ചിട്ടുള്ള ഈ എന്താ പറയുക, കതിരിൽ ഇത് വയ്ക്കുക എന്ന് പറയില്ലേ, വളം വയ്ക്കുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അവർ സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ. നമുക്ക് നമ്മളെ മാതിരിയുള്ള സാധാരണക്കാർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ചിന്തിച്ച് എല്ലാവരോടും നല്ല സൗമ്യമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് ജീവിക്കാനുള്ള ഒരു ശക്തി നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.